ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സേറ ക്ലോത്തിങ്സ്. ഞാൻ ജൂപ്പി ജോർജ്. ഇന്നൊരു അടിപൊളി സാരിയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിട്ടുള്ളത്. MRP റേറ്റിനേക്കാളും താത്തിയാണ് നമ്മൾ ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിൽ കൊടുക്കുന്നത്. 699 മാത്രമാണ് ഈ സാരിയുടെ പ്രൈസ് വന്നിട്ടുള്ളത്. ബാഹ കോട്ടൺ എന്ന് പറയുന്ന ഒരു കോട്ടൺ ആണ്. അത് കോട്ടണിൽ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് പറയും നിങ്ങൾ കോട്ടൺ എന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് കോട്ടൺ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല എന്ന് പറയും. കാരണം അത് ആ ഒരു കോട്ടന്റെ മുൻപിൽ ഒരു പേര് കാണാം. അതായത് ബാഹ കോട്ടൺ, സ്ലബ് കോട്ടൺ, അങ്ങനെ പറയത്തില്ലേ നമ്മള്, മൾ കോട്ടൺ, അങ്ങനെ കോട്ടണുകൾ പലതരത്തിലുണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് കോട്ടൺ എന്ന് പറയും. അതെല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ അതിനെ അതിന്റെ ഒരു ഫോം ചെയ്യുമ്പം ഉണ്ടാവുന്ന അതിനകത്ത് മിക്സിങ് വരുമ്പം അതിന് ഓരോ പേരുകൾ അതിന്റെ ഇപ്പുറത്ത് വരും. അപ്പൊ ഇത് നമ്മൾ ബാഹ കോട്ടൺ എന്നാണ് പറയുന്നത്. കാഞ്ചി കോട്ടൺ ഉണ്ട്, കച്ചി കോട്ടൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കോട്ടൺസ് ഉണ്ട്. അപ്പോൾ പൊതുവെ കോട്ടൺ സാരിയാണോ? യെസ്, കോട്ടൺ സാരിയാണ്. പക്ഷെ അതിന് മുമ്പിൽ ഒരു ബാഹ എന്ന പേര് കൂടിയുണ്ട്. അപ്പൊ ബാഹ കോട്ടൺ എന്നാണ് പറയുന്നത്. സാരി ഇതാണ് വന്നിട്ടുള്ളത്. ഞാനിത് നിർത്ത് കാണിക്കാം. നല്ല ഭംഗിയുള്ള പെയിന്റിംഗ് ആണ്. ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡാണ്. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാരി ഭയങ്കര ട്രെൻഡിൽ പോകുന്നുണ്ട്. കേട്ടാ, ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. താഴെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പെയിന്റിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇത് പോകത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ വാഷ് കെയർ കൊടുത്തതാണ്. കാരണം ചിലപ്പോൾ ഇത് നിങ്ങൾ സോപ്പ് ഇട്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പം ഈ ഒരു വൈറ്റ് കറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് മേടിച്ചാലും നമുക്ക് ലോങ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഹാൻഡ് വാഷ് തന്നെ ചെയ്യുക. അതുപോലെ ഡ്രൈ വാഷ് കൊടുക്കുക. ഇത് നമ്മൾ സോപ്പിനകത്തൊക്കെ കുതിർത്ത് വെച്ചിട്ട്, സോപ്പെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കാരം കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുണിയെ ഒരുപാട് ഡാമേജ് ആക്കും ഈ ഒരു സംഭവം. കഴിവതും വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കുക. വിയർപ്പ് വരുന്ന ഭാഗം മാത്രം കഴുകുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബാഹ കോട്ടൺ എന്ന് പറയും. അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ്. പർപ്പിളില് ഈ ഒരു വർക്ക് വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബാഹ കോട്ടൺ ആണ്. മെറ്റീരിയലിൽ ഒരു ക്ലോസർ വ്യൂ തരാം. നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ. കനക്കുറവാണോ എന്ന് ചോദിച്ചാൽ കനക്കുറവാണ്. നമുക്ക് സോഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ പോലും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ അല്ല. നമുക്ക് നല്ല പ്രൈവസി തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ. എക്സാക്ട് ഈ ഒരു കളറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സെയിം കളർ തന്നെയാണ്. ഇതാ ഇങ്ങനെ വരും. മുന്താണിയിലൂടെ ടസൽസ് ഉണ്ട്. മുന്താണിയിലും ഫുൾ ബോഡി പോർഷനിലും രണ്ട് സൈഡിലും ഈ ഒരു പെയിന്റിംഗ് വർക്ക് വരുന്നുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത്. തേർഡ് ഷെയ്ഡ് നല്ലൊരു പിങ്കിഷ് പീച്ച്. ഫോർത്ത് ഷെയ്ഡ് നല്ലൊരു രാമ ഗ്രീൻ. അതുപോലെ ഇത് ഇച്ചിരി കൂടി വീഡിയോയിൽ കാണുന്നതിലും ഡാർക്കർ ഷെയ്ഡാണ്. ഈ ഒരു 4 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. 699 മാത്രമാണ് ഇതിന്റെ പ്രൈസ്. കാണാൻ പറ്റുന്ന മനോഹരമായ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ. ടിൽ ദാൻ ദിസ് ഇസ് ജൂബി ജോർജ് സൈനിങ് ഓഫ് ഫ്രം സേറ ക്ലോത്തിങ്സ്. താങ്ക് യു.